അസ്സലാമു അലൈക്കും. ഇമാം അബൂ ഹനീഫ തങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ പറയുന്നു, കണ്ടോ പോകുന്നതാരാണ്? അബൂ ഹനീഫയാണത്. രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണ് എന്ന് പുകഴ്ത്തി പറയുമ്പോൾ അബൂ ഹനീഫ തങ്ങൾ നടുങ്ങിപ്പോകുന്നു. അവിടുന്ന് രാത്രി മുഴുവൻ സമയം സുന്നത്ത് നിസ്കരിക്കാറില്ല, കുറഞ്ഞ സമയം ഉറങ്ങാറുണ്ട്. രാത്രിയുടെ പകുതി സമയം സുന്നത്ത് നിസ്കരിക്കാറുണ്ട്, ഒരു പകുതി സമയം വിശ്രമിക്കാറുമുണ്ട്. മഹാനവറുകൾ ഇത് കേട്ടപ്പോൾ നടുങ്ങിപ്പോകുന്നു. പടച്ചുറപ്പിനോട് പറയുന്നു, അല്ലാഹുവേ, എനിക്ക് ഇല്ലാത്ത മഹത്വം വിളിച്ചു പറയുന്നു, അതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുത് അല്ലാ. ഇതാണ് ശരിയായ ആലിമീങ്ങൾ. അവർക്ക് എപ്പോഴും ആഖിറത്തിനെ പേടിയാണ്. ഇവരുടെ ജീവിതമാണ് നാം പിന്തുടരേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലതാ ഒരു മയ്യത്ത് കൊണ്ടുവന്നിരിക്കുന്നു. സാധാരണ മയ്യത്ത് കൊണ്ടുവന്നാൽ നബിതങ്ങൾ ഇമാമ് നിന്നുകൊണ്ടാണ് നിസ്കരിക്കാറ്. അങ്ങനെ നിസ്കരിക്കാൻ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ അത് ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യത്താണെന്ന് നബിതങ്ങൾ അറിഞ്ഞപ്പോൾ അവിടുന്ന് മാറി നിൽക്കുന്നു. ആ മയ്യത്തിനെ നിസ്കരിക്കുന്നില്ല. നബിതങ്ങൾ നിസ്കരിക്കാതെ മാറി നിൽക്കുന്നു. നബിതങ്ങൾ മാറി നിന്ന് സ്വഹാബത്തിനോട് നിസ്കരിക്കാൻ പറയുന്നു, ഫർള് കിഫ വിടാൻ വേണ്ടിയിട്ട്. കാരണം അയാൾ വൻ തെറ്റാണ് ചെയ്തത്, പക്ഷേ മുസ്ലിമല്ലെന്ന് വിധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ മൈതാനിയിൽ മറമാടുന്നത്. അതേസമയം അതിന് തെറ്റില്ലെന്ന്, ആത്മഹത്യ ചെയ്യുന്നത് തെറ്റല്ലെന്ന് വാദിക്കുന്നവനാണെങ്കിൽ, അങ്ങനെ വിശ്വസിക്കുന്നവനാണെങ്കിൽ അവൻ കാഫിറാണ്. അവൻ കാലാകാലം നരകത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ.